ഇന്ത്യ ന്യൂസിലൻഡ് 2020 പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം. മലയാളി താരം സഞ്ജു സാംസൺ ആദ്യമായി സ്വന്തം കാണികൾക്ക് മുന്നിൽ ബാറ്റേന്തുന്നു എന്നതാണ് മത്സരത്തിന്റെ പ്രധാന ആകർഷണം. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി കമലേഷ് തെക്കേക്കാട് ചേരുകയാണ്. കമലേഷ്, ഒരുപക്ഷെ ഇന്ത്യ ന്യൂസിലൻഡ് 2020യേക്കാൾ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാകുന്നത് സഞ്ജു സാംസന്റെ മത്സരം തന്നെയാണ്. ഫോമിലാണ് സഞ്ജു എന്ന് തന്നെയാണ് മലയാളികൾ കരുതുകയും ചെയ്യുന്നത്. എന്താണ് അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ, എങ്ങനെയാണ് മത്സരത്തെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ എന്താണ്? സിജു, സഞ്ജുവിൻ്റെ വെടിക്കെട്ട് പ്രകടനം കാണുന്നതിന് വേണ്ടി അതിനുവേണ്ടി പൂർണ്ണമായും കാര്യവട്ടം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഏത് നിലയിൽ ഇനി മത്സരം മുന്നോട്ട് പോകുമെന്ന ആശങ്ക മാത്രമാണ് പ്രേക്ഷകരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കാണികളെ സംബന്ധിച്ച്, ആരാധകരെ സംബന്ധിച്ച് ഉള്ളത് എന്നതാണ്. എന്തെന്നാൽ ഈ കഴിഞ്ഞ 4 മത്സരങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ കാര്യമായ ഒരു സംഭാവന ടീമിന് വേണ്ടി നൽകാൻ സഞ്ജുവിന് കഴിഞ്ഞില്ല. ആദ്യ മത്സരത്തിലും അതിനുശേഷവുമൊക്കെ 10, 6, 0, അതുപോലെ 4ാമത്തെ മത്സരത്തിൽ 24 റൺസ് എടുത്തതൊഴിച്ച് നിർത്തിയാൽ ബാക്കിയെല്ലാം ഒറ്റയക്ക നമ്പറുകൾ മാത്രമാണ് സഞ്ജുവിൻ്റെ അക്കൗണ്ടിൽ ഉള്ളത് നിലവിൽ എന്നതൊരു സാഹചര്യമാണ്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ മത്സരത്തിൻ്റെ ആകർഷണം എന്ന് പറയുന്നത് ചരിത്രത്തിലാദ്യമായി സ്വന്തം മണ്ണിൽ സഞ്ജു ഒരു അന്താരാഷ്ട്ര മത്സരം കളിക്കുന്നു എന്നുള്ളതാണ്. ആ വെടിക്കെട്ട് ഷോ, ആ സഞ്ജു ഷോ കാണാൻ തന്നെയാണ് ഈ ആരാധകരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളൊക്കെ ഒരുപക്ഷെ തേടാവുന്നതാണ്. ഞങ്ങൾ തൃശ്ശൂർ കൊടകര. എന്താണ് ഒരു പ്രതീക്ഷ, എന്താണ് സഞ്ജുവിന്റെ ഷോ ഇന്ന് ഉണ്ടാവും എന്നുള്ളതാണ്? സഞ്ജു അടിക്കുന്നു, അതെ തീർച്ചയായിട്ടും അടിക്കും. പക്ഷെ കഴിഞ്ഞ മത്സരത്തിലൊന്നും അങ്ങനെ തിളങ്ങാൻ പറ്റിയില്ല. നമ്മുടെ സ്ഥലമല്ലേ, നമ്മൾ അടിച്ചിരിക്കും. അതോടൊപ്പം തന്നെ ലോകകപ്പ് വരാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള അവസാനത്തെ ഒരു മത്സരം കൂടിയാണ് ഇന്ത്യയുടെ. ഏത് നിലയിലുള്ള ഒരു പ്രകടനമായിരിക്കും പ്രതീക്ഷ? ന്യൂസിലാൻഡും നല്ല രീതിയിൽ കളിക്കുന്നു. ന്യൂസിലാൻഡ് നല്ല ടീമാണ്, അവർക്കും നന്നായിട്ട് കളിച്ചു. പക്ഷേ നമ്മൾ ഇന്ത്യൻ ജയിക്കുള്ളൂ. ഈ കളി നമ്മുടെ നാടാണല്ലോ, നമ്മൾ സഞ്ജു ആയിരിക്കും താരം. അതോടൊപ്പം സഞ്ജുവിൽ വലിയ പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ ലോകകപ്പ് വരുമ്പോൾ പോലും സഞ്ജുവിലാണ് പ്രതീക്ഷയുള്ളത്. നിലവിലെ ഒരു ടീം ഒരു ബാലൻസിങ് ആയിട്ടുള്ള ഒരു ടീമാണെന്ന് തോന്നുന്നുണ്ടോ ലോകകപ്പിനൊക്കെ പോകുമ്പോൾ? തീർച്ചയായും നല്ലൊരു ടീമാണ്. ബുംറയുടെ വന്നപ്പോൾ നമ്മൾ ബോളിംഗ് നല്ല ശക്തിയായി, അങ്ങനെയാണ് തോന്നുന്നത്. ഏതായാലും ആ നിലയിലാണ് ആരാധകർ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. ലോകകപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇനിയിപ്പോൾ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ലോകകപ്പ് T20 ലോകകപ്പിലേക്ക് പോകാൻ ഇനി ബാക്കി അവശേഷിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള ഇന്ത്യയുടെ അവസാനത്തെ മത്സരം കൂടിയാണിത് എന്ന പ്രത്യേകത കൂടിയുണ്ട് എന്നതാണ് സാഹചര്യം. ഏതായാലും നിലവിലിപ്പോൾ ബാറ്റിംഗ് ആയാലും ബൗളിംഗ് ആയാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും വളരെ മികച്ച നിലയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ബാലൻസിങ് ആയിട്ടുള്ളൊരു ടീം നിലവിലുണ്ട് എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ആരാധകർക്കും ഉള്ളത്. ഏതായാലും ഇന്നത്തെ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സഞ്ജു സ്വന്തം മണ്ണിൽ കളിക്കാൻ ഇറങ്ങുന്നു എന്ന് തന്നെയാണ്. ആലപ്പുഴ ഇന്നത്തെ സഞ്ജുവിൻ്റെ ഒരു ഷോ ഉണ്ടാവുമോ? സഞ്ജു ഇന്ന് സെഞ്ചുറി അടിക്കുന്നതാണ് ഞങ്ങളുടെ ഏക പ്രതീക്ഷ. കഴിഞ്ഞ മത്സരങ്ങൾ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? കഴിഞ്ഞ മത്സരങ്ങളിൽ ഈ ആള് വിചാരിച്ചത്ര പ്രതീക്ഷ പോലെ കളിച്ചില്ല. പക്ഷെ ഇന്നിപ്പോൾ സ്വന്തം നാട്ടിൽ ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ കളിയാണ് പുള്ളി, സ്വന്തം നാട്ടിൽ. അപ്പോൾ പുള്ളി സെഞ്ചുറി അടിക്കുമെന്നുള്ള ഏക പ്രതീക്ഷ ഉണ്ട് പുള്ളിക്ക്. പിന്നെ അതുകൂടാതെ ഒരുപാട് പ്രഷറുണ്ട്, എങ്കിലും പുള്ളി നന്നായിട്ട് കളിക്കും. ആ ഒരു സപ്പോർട്ട് ടീമിന്റെ ഭാഗത്തുനിന്നും ക്യാപ്റ്റന്റെ ഭാഗത്തുനിന്നും ഒക്കെ കിട്ടുന്നു. സപ്പോർട്ട് സഞ്ജുവിനാണ്. പുള്ളി ഒരു ഇച്ചിരി ധൈര്യം സംഭരിച്ചാൽ ഇന്ന് സെഞ്ചുറി ഉറപ്പാ, അത് ഒരു സംശയമില്ല. ഏതായാലും സഞ്ജുവിൻ്റെ സെഞ്ചുറി ഇന്ന് സ്വന്തം മണ്ണിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷ കൂടി ആരാധകർ വെച്ചു പുലർത്തുന്നു എന്നുള്ളതാണ്. ഏതായാലും നിലവിലെ ഒരു മത്സരങ്ങളുടെ ക്രമം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഥിതി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 4 മത്സരങ്ങളാണ് പൂർത്തിയായിട്ടുള്ളത്. 5 മത്സരങ്ങൾ അടങ്ങിയ T20 പരമ്പരയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിൽ 5ാമത്തെ മത്സരമാണ് ഇന്ന് നടക്കുന്നത്. ഏതായാലും 4 മത്സരങ്ങളിൽ 3-1 എന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനകം തന്നെ പരമ്പര ഇന്ത്യ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവസാനത്തെ മത്സരമാണ്. വലിയ ഒരു കാര്യമായ പ്രസക്തി ഈ മത്സരത്തിന് ഇല്ല. പക്ഷേ ലോകകപ്പ് എത്തുന്നതിന് മുന്നോടിയായിട്ടുള്ള അവസാനത്തെ മത്സരമാണ് ഇന്ത്യൻ ടീമിൻ്റെ എന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഏതായാലും 3-1 എന്ന നിലയിൽ പരമ്പര ഇതിനോടകം തന്നെ ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ട്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്ന് ഇന്ത്യ ന്യൂസിലൻഡ് 2020 മത്സരത്തിന്റെ വിവരങ്ങൾ പങ്കുവച്ചത്. വെടിക്കെട്ട് ബാറ്റിംഗ് ആണ്, വെടിക്കെട്ട് പ്രകടനമാണ് സഞ്ജു സാംസൺ കാഴ്ചവെക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ സമ്മർദ്ദത്തിലുമാണ് സഞ്ജു. സ്വന്തം മണ്ണിൽ കളിക്കുക എന്ന് പറയുന്നത് വലിയ സമ്മർദ്ദമാണ്. വിവരങ്ങളാണ് കമലേഷ് പങ്കുവച്ചത്.